നമുക്ക് അനുഭവിക്കും അത്ര വേറെ ഒന്നും ഇല്ല. ഇങ്ങനെ മുന്നോട്ട് ഭരണം പോയി കഴിഞ്ഞാൽ നാട്ടുകാരെങ്ങനെ ജീവിക്കാം? ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇനി എല്ലാ സാധനത്തിനും വില കുറഞ്ഞു വരിക പെട്രോളിന് അങ്ങോട്ട് കയറുമ്പോൾ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിൽ രാജ്യത്തും പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചിരിക്കുകയാണ്. 3 രൂപ 4 പൈസ വീതമാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചിരിക്കുന്നത്. ഇത് സാധാരണ ജനങ്ങൾക്ക് ഒരു ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. ഈ വില വർധനവിനെ കുറിച്ച് നമുക്ക് ജനങ്ങളോട് ഒന്ന് ചോദിച്ചാലോ? ഈ കോപ്പറേറ്റീവിന് കൈമാറിയതാണ് ഏറ്റവും വലിയ തെറ്റ്. വില വർദ്ധിക്കാനുള്ള കാരണം പണക്കാരെ നന്നാക്കിയെടുത്ത് പാവങ്ങളെ നശിപ്പിച്ചു. വലിയ വലിയ കോപ്പറേറ്റീവിന് ഓരോ സ്ഥാപനങ്ങൾ കോപ്പറേറ്റീവ് ഇതുണ്ടല്ലോ, ഡിവൈഡ് ചെയ്ത് കുറേശ്ശെ കൈമാറിയിട്ട് ഇന്ത്യൻ്റെ സാമ്പത്തിനെ നശിപ്പിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു വരുമാനമോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റോ സ്വന്തം ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല, നിലനിൽക്കുകയാണ്. എല്ലാം കോപ്പറേറ്റീവിന് വിറ്റ് തീർത്ത്. ഇനി വില വർദ്ധിക്കുക എന്നല്ലാണ്ട് വേറെ ഒരു മാർഗവുമില്ല. ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൻ്റെ പ്രശ്നമാണ് ഈ വില വർധന. അതിനേക്കാളും വലിയ പ്രശ്നം ഇവിടെ അഡാനി, അംബാനി 5 കൊല്ലം കൊണ്ട് ഞാൻ ലോകത്ത് നമ്പർ 1 പണക്കാരനാവുന്ന വാഗ്ദാനം ചെയ്ത അഡാനി നമ്പർ 1 പണക്കാരനായി. ഇന്ത്യൻ്റെ 5 കൊല്ലം കൊണ്ടുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടു. അദാനി കേൾക്കുകയാണെങ്കിൽ കണ്ടോട്ടെ, റിയലാണ്. എൻ്റെ കണ്ണിൻ്റെ മുന്നിലുണ്ടായ സംഭവമാണ്. ഒന്നും പറയാനില്ല. ഇപ്പോൾ യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര മാസമായി? ഇതുവരെ വർധന ഉണ്ടായില്ല. മറ്റുള്ള രാജ്യങ്ങളിലും പെട്രോളും ഡീസൽ കിട്ടാനില്ല. ഇവിടെ നമ്മൾ ഇതുവരെ ഒരു വിഷമം അറിഞ്ഞില്ല. ഇപ്പോൾ കൂടിയത് 3 രൂപയാണ്. ആ 3 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം 4 ലിറ്റർ അടിക്കുമ്പോൾ 10 രൂപ 12 രൂപയെ വരുന്നുള്ളൂ. വെറും 12 രൂപ വർധന, കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് വലിയ ബാധിക്കില്ലായിരിക്കും. ഇല്ല, ഒരു പ്രശ്നമില്ല. ഇല്ല. പെട്രോളിന്റെ ഡീസലിന്റെ വില നഷ്ടമായിട്ടാണ്. പിള്ളേരെ പൈസയൊന്നും പൊന്നുന്നില്ല. ഇതാണ് ഇത് പൊന്തുന്നില്ല, വിദ്യാർത്ഥികളുടെ പൈസ പൊന്തുന്നില്ല. പറയാനുള്ളേ അതിന്റെ പറ്റിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇത് ഒരു അനീതിയാണ് തീർച്ചയായും. ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ജീവിക്കാം. എല്ലാ വില കൂടുമ്പോ സാധനങ്ങളെയും വിലയും കൂടും, എല്ലാം കൂടും. ജനങ്ങളുടെ മനസ്സ് മാത്രം കൂടുന്നില്ല. തീർച്ചയായും അനീതിയാണ്. ഇത് പെട്രോളിൻ്റെ പൈസ കൂടി എന്ന് വിചാരിച്ചിട്ട് അല്ല, പെട്രോളിൻ്റെ ഇതെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർക്ക് വളരെ വിഷമത്തിലല്ലേ പോകുന്നത്. ഡീസൽ പെട്രോൾ വില വർദ്ധിച്ചാൽ വാഹനങ്ങളെ സ്ഥിതി വളരെ ദയനീയാവസ്ഥയാണ്. ബസ്സിൻ്റെ അവസ്ഥ വളരെ ഡേഞ്ചറായിരിക്കും. ഇപ്പം തന്നെ 3 റുപ്യ അങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. 3 രൂപ വർദ്ധനവ്. ഇപ്പം തന്നെ ബസ് സർവീസ് വളരെ പ്രതിസന്ധി ഘട്ടത്തിലുള്ളത്. അതിന്റെ കൂടുതലാണ് വില വർദ്ധിച്ചാൽ ബസ് സർവീസ് നല്ല രീതിയിൽ ബാധിക്കും. കൊള്ളലാവില ഒരുപാട് എടുക്കുന്നത് 3 രൂപ എന്ന് പറയുമ്പോൾ എത്ര? ഇപ്പോൾ 10 ലിറ്റർ അടിക്കുമ്പോൾ എത്ര പൈസ കിട്ടിയവർക്ക്? അങ്ങനെ എത്ര ബസ്സിന് 50 ലിറ്ററിൽ ഒരു ബസ് അടിക്കുന്നുണ്ട്. ബസ്സിനില്ലേ 10 ബസ് അടിക്കുമ്പോൾ ഇവർക്ക് എത്ര ലാഭം കിട്ടി? 1 രൂപ അങ്ങനെ പൊന്തിച്ചാൽ പ്രശ്നമില്ല. ഒറ്റയടിക്ക് 3 രൂപ എന്ന് പറയുമ്പോൾ മുതലാളിമാളിപ്പം കുത്തോളം എടുക്കും, അത്രേ ഉള്ളൂ. ബസ്സിന്റെ എല്ലാവരും ഒരു പ്രതിസന്ധി നേരിടും അല്ലേ? നല്ല നേരിടും. ഓട്ടോന് തന്നെ ചാർജ് പോയിട്ട് 6 കൊല്ലമായി. 30 റുപ്യൊക്കെ ഇന്നും നമ്മൾ ഓട്ടുന്നു. എല്ലാ സാധനത്തിനും കയറി. നമ്മൾ എന്ത് ചെയ്യാനും മിനിമം 30 റുപ്യ കയറ്റി 6 കൊല്ലം കഴിഞ്ഞു. ആരോട് പറയാ? അതിനിടയിലാണ് വിലയും വർദ്ധിച്ചു. നമ്മൾ ആരോട് പറയാ? എന്ത് പറയാ? ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ ഗതികേട് എല്ലാത്തിലും പൊന്തിയില്ലേ? സകലത്തിനും പൊന്തി. നമുക്ക് മാത്രമേ പൊന്താണ്ടുള്ളൂ. നമ്മളെ മിനിമം ചാർജ് മാത്രമേ പൊന്താണ്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും പോയി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തുനിന്നല്ലേ. സ്വർണ്ണത്തിന് ടാക്സ് കൂട്ടി, പെട്രോളിന് വില കൂട്ടി. ഇനി എന്തെല്ലാം കൂടാൻ പോകുന്നതെന്ന് അറിയില്ല. നാട്ടുകാരോട് പറയാൻ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, വിദേശത്ത് പോകാൻ പാടില്ല, സ്വർണം വാങ്ങാൻ പാടില്ല. ഇതെന്തൊരു സർക്കാരാണ്? ഇങ്ങനെ മുന്നോട്ട് ഭരണം പോയി കഴിഞ്ഞാൽ നാട്ടുകാരെങ്ങനെ ജീവിക്കുക? പെട്രോൾ വില വർദ്ധിക്കുന്നതോടുകൂടി പിന്നെ മൊത്തത്തിലെല്ലാ സാധനത്തിനും വില കൂടും. പിന്നെ ഇനിയിപ്പോൾ ഇതിപ്പം തന്നെ ഗ്യാസിൻ്റെ വർഷത്തിൽ തന്നെ ഒരുപാട് കൂടിയില്ലേ? ചോറിനെല്ലാം 70 റുപ്യായി, ചായക്കെല്ലാം 15 റുപ്യായി. അതൊന്നും നിയന്ത്രണമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് തോന്നുന്ന പോലെ കൂട്ടൽ വാക്കലല്ലോ. ഇനിയിപ്പോൾ അടുത്ത് തന്നെ അതേപോലെ ബസ് ചാർജും വർദ്ധിപ്പിക്കേണ്ടി വരും തന്നെയാണ് തോന്നുന്നത്. പെട്രോളിന്റെ വില വർദ്ധിക്കുന്നതോടുകൂടി ബസ് ചാർജ് വലിയ അപ്പാട് വർദ്ധിക്കും.
സാധാരണക്കാർക്കേ ബാധിക്കും, മറ്റുള്ളവർക്കൊന്നും പ്രശ്നമില്ല. വളരെ കഷ്ടത്തിൽ ഇപ്പോൾ ഓടുന്നത്. പൊതുവെ ഇപ്പോൾ ആൾക്കാർ കുറവാണ്. ഞാനിപ്പോൾ ഈ പൈസ കൊണ്ട് കൂട്ടിയാൽ എങ്ങനെ ഓടുക, വളരെ പ്രയാസപ്പെട്ടിട്ട് ഓടുന്നത്. ഇപ്പോൾ അതിൽ ക്ഷേമനിധി അങ്ങനെ ഓരോ ബുദ്ധിമുട്ട് ഓരോ സർക്കാർ ഓരോ ഇതുണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കൊണ്ടൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി അടിയന്തരമായി ബസ്സിന് പൈസ കിട്ടണം, അതിപ്പോൾ നമുക്ക് പറയാനുള്ളൂ. എല്ലാ മേഖലയിലും ഇപ്പോൾ ഹോട്ടലായാലും ചായക്ക് 15 രൂപ, അതാർക്കും ഒരു ഒന്നും പ്രശ്നമൊന്നുമില്ല. ബസ്സിന് ഇപ്പോൾ 1 രൂപ കൂട്ടി നാളെ ഇപ്പോൾ ബസ്സിന് ഓടിച്ച് കിട്ടുമ്പോൾ സമരമാക്കും, അതിലാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ ചായക്ക് 15, പൊറോട്ടയ്ക്ക് 15, എല്ലാ എണ്ണക്കടികൾക്ക് 15 അങ്ങനെയായി. അപ്പോൾ ഈ ബസ്സിന് ഇപ്പോൾ 1 രൂപ കൂട്ടിക്കോട്ട് നാളെ തന്നെ സമരം ചെയ്യില്ലേ, അതാണ് ഈ പ്രസ്ഥാനം. ബസ്സിന് ഇപ്പോൾ 5 രൂപ ഡീസൽ കൂടിയാലും നാളെ തന്നെ ഇപ്പോൾ 1 രൂപ ബസ്സിന് കൂട്ടുമ്പോൾ പിന്നെ എപ്പോൾ പ്രതിഷേധമാണ്. ഇനി കുട്ടികളെ കേസ്, കുട്ടികളിപ്പോൾ 1 രൂപ 2 രൂപ എന്നിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഒരു മിനിമം 5 രൂപയൊക്കെ ആയിക്കോട്ടെ, അത് സമരമായിരിക്കും. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. വളരെ അതായത് ഇപ്പോൾ ആളില്ല, ബസ്സിലാളില്ല, എല്ലാവരും ചെറുവണ്ടിയും മറ്റേ 2 വീലറിലായിട്ട് ഇങ്ങനെ ഓടുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഡീസലിൻ്റെ സബ്സിഡിയും കുറച്ചിട്ട് ഓടാനുള്ള കണ്ടീഷൻ ആക്കണം, അല്ലെങ്കിൽ പിന്നെ ബസ്സിന് പൈസ കൂട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗമാക്കണം. അല്ലാണ്ട് വേറൊരു വഴിയില്ല. നമ്മളിപ്പോൾ വേറെ ജോലിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ചെറിയ തുച്ഛമായ പൈസക്ക് ഇങ്ങനെ പണിയെടുക്കുന്നത്. വേറെ പണിയെടുക്കാൻ കഴിയില്ല. ഈ ഡ്രൈവർ പണിയെടുത്തുകൊണ്ട് വേറെ ഒന്നും പണിയെടുക്കാനും കഴിയില്ല. അതുകൊണ്ടല്ലാന്ന് പ്രശ്നം. നല്ല അഭിപ്രായം. അത് അംഗീകരിക്കുന്നതാണോ? അംഗീകരിക്കുന്നൊന്നുമില്ല, അങ്ങനെ കൂടട്ടെ. നിങ്ങൾക്കുള്ള വരുമാനം കൂടുന്നുണ്ടോ? ഇല്ല, കൂടുന്നില്ല. ഇപ്പൊ വില വർദ്ധിക്കുമ്പോൾ, ഇന്ധന വില വർദ്ധിക്കുമ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നില്ലേ ചെയ്യാം? വർദ്ധിക്കും. അത് നിങ്ങളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയല്ലേ? ബുദ്ധിമുട്ടെന്നാ? അപ്പൊ അതിനെ എതിർക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുക? സപ്പോർട്ടില്ല, എതിർക്കൂല, ന്യൂട്രലായിട്ട് പോകണം. ന്യൂട്രലായിട്ട് പോന്നാ എല്ലാം കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ലേ, അതിൻ്റെ ഇടയിൽ ഒരു ഇരട്ടി പ്രഹരായി, അത്ര തന്നെ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. തീർച്ചയായും ബുദ്ധിമുട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ഒന്നിക്കുന്നല്ലേ, കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഓരോന്നും കൊണ്ടിച്ചിട്ട് ഇതാക്കുകയാണ്. നമുക്ക് അനുഭവിക്കും, അത്ര തന്നെ, വേറെ ഒന്നും ഇല്ല. അതിനെപ്പറ്റി വളരെയധികം ഖേദം പ്രകടിപ്പിക്കുന്നു. പിന്നെ ബസ് സർവീസ് ഇപ്പം തന്നെ വളരെ മോശമായ സ്ഥിതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബസ് ചാർജ് കൂട്ടേണ്ടി വരും, എന്നാലും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. സർക്കാർ വന്നിട്ട് ആദ്യം തന്നെ ബസ് ചാർജ് പെട്ടെന്ന് കൂട്ടൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പറയുന്നതാണ് പെട്രോളിന് മാത്രമല്ല, പെട്രോൾ ഉൽപ്പന്നത്തിനും വളരെയധികം വില കൂടിയിട്ടുണ്ട്. ഗ്രീസ്, ഓയില്, മറ്റേ ഗിയർ ഓയിൽ, അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും വളരെയധികം വില കൂടിയിട്ടുണ്ട്. 40 രൂപ 50 രൂപ എല്ലാം കൂടിയിട്ടുണ്ട് ഓരോ ലിറ്റർ ഓയിലിന് വക. അതിനും സാധാരണക്കാർക്ക് തന്നെ ബാധിക്കുന്നത്. ഇതെല്ലാം സാധാരണക്കാർക്കോ ബാധിക്കും, വേറെ ആർക്കും ബാധിക്കൂല. ഇനി എല്ലാ സാധനത്തിനും വില കുറഞ്ഞു വരിക പെട്രോളിന് അങ്ങോട്ട് കയറുമ്പോൾ. പെട്രോളിന്റെ വില കൂടുമ്പോൾ സാധനങ്ങളുടെ വില കുറയുന്ന അങ്ങനെയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. എന്നാ പറയണ്ട, പെട്രോളിനും വില കൂടി, ഡീസലിനും വില കൂടി, എല്ലാത്തിനും വില കൂടി, ഗ്യാസിനും കൂടി. അപ്പൊ നമ്മളെ പോലത്തെ കൂട്ടർക്ക് ജീവിക്കാൻ രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കും കൂട്ടിത്തരാനുള്ള അവസ്ഥ ഉണ്ടാവണം. മിനിമം ചാർജ് കൂട്ടാനുള്ള നമ്മൾ 4 കൊല്ലമായി മിനിമം ചാർജിൽ ഓടുന്നു. അതിലിടക്ക് എത്ര പ്രാവശ്യം എണ്ണക്ക് വില പൊന്തി, ഡീസലിന് പൊന്തി, പെട്രോളിന് പൊന്തി, ഗ്യാസിന് പൊന്തി, ചായക്ക് കൂടി, ചോറിന് കൂടി, എല്ലാ സാധനത്തിനും വില കൂടി വരുന്നു. നമുക്ക് മാത്രം വില കുറഞ്ഞു വരുന്നു. ഇത് ഓട്ടോ ചാർജ് മാത്രം കുറഞ്ഞു വരുന്നു. ഇതും കൂടി പരിഗണിച്ചിട്ട് അതിൻ്റേതായ രൂപത്തിൽ നമുക്കും കിട്ടണം അതിൻ്റെ വരുമാനം.